കുഞ്ഞിന്റെ ഈ മുടിക്ക് പിടിക്കുന്നൊരു സാധനം എടുത്ത് പറഞ്ഞായിരുന്നു. പിടിക്കാതെ നമ്മുടെ RDXലെ കുഞ്ഞിന്റെ മാല പൊട്ടിച്ചപ്പോൾ നമുക്ക് അതിന്റെ ഏറ്റവും ദേഷ്യം തോന്നിയത് ആ പുള്ളിക്കാരനോടായിരുന്നു. ഇങ്ങനെ ചോര തിളച്ച് വരുന്ന ടൈപ്പ് ഓഫ് ദേഷ്യം വരുമോ? അങ്ങനത്തെ ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ കണ്ടവർ അതാ പറഞ്ഞത്, ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ലൈക്ക് എടുത്തത്, അത്രയും വർക്കിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു വീഡിയോക്കാലും ഹിറ്റായത് ഗായത്രി മയൂരിയാണ്. ഇത് മ്യൂസിക് വീഡിയോയുടെ പ്രൊമോഷൻ ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും പക്ഷെ മൊഴി സിനിമ കാണാൻ വന്ന ഗായത്രിയെ കണ്ടോ, മൊഴി മ്യൂസിക് വീഡിയോ കാണാൻ വന്ന ഗായത്രിയെ കണ്ടോ, മൊഴി സിനിമ കാണാൻ വന്ന ഗായത്രിയെ കണ്ടോ. ഗായത്രി നിറഞ്ഞിരിക്കുന്നത് റെഡ് കളറോടായോണ്ടേ. ഇനി ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ അടുത്ത സീസൺ ആയിരിക്കാം ഒരു അഖിലേട്ടനോട് ചോദിക്കുകയാണ്, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സീസണിൽ വന്നിട്ട് നിൽക്കാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഖിലേട്ടൻ പോവോ? പിന്നെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633388575. ഹലോ എവറി വൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ നേഹ മാത്യു. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വന്നേക്കുന്ന ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമായ മൊഴിയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ഉള്ളത് കുട്ടി അഖിൽചേട്ടൻ, ഗായത്രി മയൂര് ആൻഡ് കൽഫൻ. അപ്പോൾ 3 പേർക്കും വെൽക്കം ടു ദ ഷോ. ഞാൻ അഖിലേട്ടാന്ന് വിളിച്ചാൽ പോരെ, കുട്ടി അഖിലേട്ടാന്ന് പറയുമ്പോൾ കുറച്ചല്ലോ ലോങ് ആയിട്ടിരിക്കുന്നു. ഒരു കുട്ടിച്ചേട്ടാന്ന് വിളിക്കണം, അഖിലേട്ടാന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 5 സെക്കൻഡ് പറഞ്ഞു കേട്ടോ, ഒരു വേർഡ് പറഞ്ഞു കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു മൂവിയുടെ നമ്മൾ സബ് ടൈറ്റിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫാദേഴ്സ് ഫൈറ്റ് ആൻഡ് ഡോട്ടേഴ്സ് ഫേറ്റ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് തന്നെ നേരെ സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് ഇസ് ദിസ് മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം? ശരിക്കും പറഞ്ഞാൽ എന്താണ്, എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ആർക്ക് വേണമെങ്കിൽ. ഇത് ആക്ച്വലി ഒരു അതിൽ ക്യാപ്ഷനുള്ള പോലെ തന്നെ ലൈക്ക് ഒരു ഫാദറിൻ്റെ മകളുടെയും തമ്മിലുള്ള ഒരു ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇമോഷൻ കണക്ട് ചെയ്ത് അവരുടെ ഫാമിലി ഒന്ന് കണക്ട് ചെയ്ത് അതിന് എതിരെ നിൽക്കുന്ന ഒരു അഖിലേട്ടനാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡ് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഫാമിലിയുമായിട്ടുള്ളൊരു കണക്ട് ചെയ്തിട്ടുള്ളൊരു. ഓക്കെ, അപ്പം അഖിലേട്ടനാണ് വില്ലൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അപ്പോൾ മറ്റേ ഇപ്പം വില്ലന്മാരാണല്ലോ ട്രെൻഡിങ്. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഓൾറെഡി ഹാൻഡ്സം ആയിട്ടുള്ള വില്ലൻ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണോ? അവർ ഭയങ്കര ക്രൂരത നിറഞ്ഞ ഒരു അങ്ങനത്തെ വില്ലനാണോ? ക്രൂരതയുണ്ട്, പിന്നെ സംഭവം കാണുമ്പോ കണ്ടല്ലോ. ഞാൻ കഥ കേട്ടായിരുന്നു. ഞാൻ കണ്ടു എനിക്കറിയാം ആക്ച്വലി സ്റ്റോറി മൊത്തം ഞാൻ കണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പൊ ഇത് നമ്മൾ ഒന്നാമത് ഇപ്പൊ ഞാനിതിൽ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇതിലൊരു എൻ്റെ അടുത്ത് ഇതിന്റെ ഡയറക്ടർ KK എൻ്റെ അടുത്ത് ഈ ഒരു കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിനെ കൽഫാന്റെ ക്യാരക്ടറിന്റെ കുഞ്ഞിനെ ഞാൻ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. കുഞ്ഞിന്റെ ഈ മുടിക്ക് പിടിക്കുന്നൊരു സാധനം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം സത്യത്തിൽ ആ ഷോട്ട് വീഡിയോയിൽ യൂസ് ചെയ്തിട്ടില്ല നമ്മള്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് ശരിയാവാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാര്യം കൊച്ചിന്റെ മുടിക്ക് കുഞ്ഞ്. അപ്പൊ എനിക്ക് ഒരു വട്ടം ഞാൻ ചെയ്തു. അപ്പം അവള് ഓൾറെഡി കരയുന്ന സിറ്റുവേഷനിൽ ഇരിക്കുന്നു, പക്ഷെ അഭിനയിക്കാണ്, ഒറിജിനലി കരയുന്നില്ല. അപ്പൊ ഈ മുടിക്ക് പിടിക്കുക അങ്ങനെയൊക്കെ ഇച്ചിരി, അപ്പൊ അങ്ങനെ ചെയ്യുന്ന ക്യാരക്ടറാണ്. കുഞ്ഞാന്ന് പോലും ചിന്തിക്കാതെ നമ്മുടെ RDXലെ കുഞ്ഞിന്റെ മാല പൊട്ടിച്ചപ്പോൾ നമുക്ക് അതിന്റെ ഏറ്റവും ദേഷ്യം തോന്നിയത് ആ പുള്ളിക്കാരനോടായിരുന്നു. അതുപോലെ നമുക്കിങ്ങനെ ചോര തിളച്ച് വരുന്ന ടൈപ്പ് ഓഫ് ദേഷ്യം വരുമോ ഇത് കാണുന്ന സമയത്ത്? അങ്ങനത്തെ ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളി. അപ്പം ഇത് നമ്മുടെ ഭയങ്കര ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പേജ് നോക്കുമ്പോൾ ഇപ്പം ഫുൾ എമ്പുരാന്റെ പോസ്റ്റേഴ്സിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ മൊഴിയുടെ പോസ്റ്റർ കിടക്കുവാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ആ പേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ശരിക്കും ഭയങ്കര സിമിലർ, ആ ഡാർക്ക് തീം എവറിത്തിങ് ആയതുകൊണ്ടാണ് തോന്നുന്നു, ഭയങ്കര സിമിലർ ആയിട്ട് തോന്നും. സോ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഗായത്രി പറഞ്ഞോട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ലായിരുന്നു നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഴി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു നോർമൽ ഒരു നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ട് നിന്ന് ഒരു പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നു. നമുക്ക് മാക്സിമം പറ്റുന്ന ഓരോരോ തലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങളല്ല, ഞങ്ങൾ ആക്ടേഴ്സ് അല്ല, KK ഒരുപാടധികം അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെയാണ് ഇത് ലൈക്കയിലേക്ക് ചെന്ന് എത്തുന്നത് ശരിക്കും. പക്ഷെ അത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന മൈലേജ് എന്ന് പറയുന്നത് ആക്ച്വലി വലിയൊരു ഹ്യൂജ് മൈലേജിലേക്ക് എത്തി. എസ്പെഷ്യലി എമ്പുരാൻ്റെ കൂടെ ആയപ്പോൾ നമുക്ക് ആ ഒരു മൈലേജ് കൂടി, അങ്ങനെ വേണം പറയാൻ. നമ്മൾ ഇത് ഫോക്കസ് ചെയ്തിട്ടല്ലായിരുന്നു നമ്മൾ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് അത് വന്ന സമയത്തുള്ളൊരു റെസ്പോൺസ് ഉണ്ടാവില്ല, നമുക്ക് സ്വന്തം ഉള്ളൊരു ഇതുണ്ടാവും. അതെ ഓബിയസ്ലി ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷെ എന്തായാലും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ അടിയിലാണെന്ന് വരുമ്പോൾ ഉള്ളൊരു അത് എക്സൈറ്റ്മെന്റ്. കാരണം ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത്. ഞങ്ങളിങ്ങനെ ഒരു അപ്രോച്ച് ചെയ്തു, പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ വർക്കും നമ്മുടെ എഫേർട്ടും മ്യൂസിക് ആയാലും എല്ലാ തലത്തിലും അവർ നോക്കിയിട്ട് അവർക്ക് അത് ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി അവർക്ക് ഫീൽ ചെയ്തത് കൊണ്ട് തന്നെയാണ് ലൈക്ക് അത് അക്സെപ്റ്റ് ചെയ്തതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം അത്രയും നമ്മുടെ ഒരു ടീം എഫേർട്ട്, അത്രയും വർക്ക് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഹ്യൂജ് തിങ്. ഞങ്ങൾക്കുണ്ടായ ഞെട്ടല് തന്നെ ഞങ്ങളുടെ ഈ സുഹൃത്തുക്കൾക്കുണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതിന്റെ പ്രിവ്യൂ ഷോ ഞങ്ങൾ വനിതാ വിനിതയിൽ നടത്തുമ്പോൾ വിളിക്കുമല്ലോ. അത് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കല്ല, ഇൻഡസ്ട്രിയിലുള്ള പോലും നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ വിളിക്കുമ്പോൾ എടാ ഇങ്ങനെ പരിപാടിയുണ്ട്, നമ്മളൊരു മ്യൂസിക് വീഡിയോ ചെയ്തു, അപ്പോൾ ഇത് വനിതാ വിനിതയിൽ ഈ ഇന്ന ഡേറ്റിന് ഇത്ര മണിക്ക് ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ പിന്നെ ഇത് ലൈക്ക് എടുത്ത അപ്പം ഈ 2 മൂളൽ കഴിഞ്ഞ് ഇത് ലൈക്ക് എടുത്തു എന്ന് പറയുമ്പോൾ ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ ഇത് ഇപ്പം കേക്ക് എന്നെ വിളിച്ചിട്ട് ഓൾറെഡി ലൈക്ക് എടുത്ത് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഓൾറെഡി മലയാളത്തിൽ തന്നെ ഉള്ള കുറേ മ്യൂസിക് കമ്പനി എടുത്ത് പിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ പേര് ചെയ്യാം എടുക്കാമെന്ന് പറഞ്ഞവരുണ്ട്, റെസ്പോണ്ട് ചെയ്യാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കുടിൽ നിന്ന് കൊട്ടാരത്തിലെത്തുന്ന പറയില്ലേ, അതാണ് കറക്റ്റ് കാര്യം. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അവൻ്റെ ഒരു തോട്ടായിരുന്നു ലൈക്കയ്ക്ക്, അവൻ്റെ പ്രോഡക്റ്റില് നമ്മുടെ കുഞ്ഞിൽ നമുക്കുള്ള വിശ്വാസം. അതുപോലെ അവൻ്റെ പ്രോഡക്റ്റിൽ അവനുണ്ടായിരുന്ന ഏറ്റവും വലിയ വിശ്വാസമാണ് അവൻ ലൈക്കയ്ക്ക് കൊടുത്തപ്പോൾ ലൈക്ക് അത് റെസ്പോണ്ട് ചെയ്തു, അവരെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അതേ ഞെട്ടലാണ്. ലൈക്ക് എടുത്തു, എങ്ങനെയാ ലൈക്ക് നമ്മുടെ എടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ, ലൈക്ക് മലയാളത്തില് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മളൊരു കുഞ്ഞു വീഡിയോ അവരെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ഇതേ എക്സൈറ്റ്മെന്റ് നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഉണ്ടായി. ഇത് നേരത്തെ കാണിച്ചവരടുത്തൊക്കെ ഈ വീഡിയോ കണ്ടവരെ ഇതൊക്കെ നമ്മൾ വിളിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇതായി എന്ന് പറയുമ്പോൾ കണ്ടവരുടെ എല്ലായിടത്തും വിളിച്ച് പറയുമ്പോൾ ലൈക്ക് എടുത്തു എന്ന് പറയുമ്പോൾ അവര് ഞെട്ടി. അതായത് ഞെട്ടൽ മീൻസ് വേറെ ഞെട്ടല്ല, അപ്പൊ അത് ഞങ്ങൾക്ക് ഉണ്ടായ പോലെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വർക്കും ആക്ച്വലി തമിഴല്ലേ, മൊഴിയാണ്, നമുക്ക് കഥ പശ്ചാത്തലം എല്ലാം തമിഴാണ്. ലൈക്ക് തമിഴ് ക്യാരക്ടേഴ്സ് എല്ലാവരും മലയാള ക്യാരക്ടേഴ്സ് ആരുമില്ല, എല്ലാവരും തമിഴാണ്. പാട്ട് തമിഴാണ്. പാട്ട് ഭയങ്കര ലൈക്ക് നമ്മുടെ ഇതിൽ സോങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതും അവർക്ക് ഇഷ്ടപ്പെടാൻ ഒരു മെയിൻ ഫാക്ടറാണ്. പ്രോഡക്റ്റ് മാത്രമല്ല, ലൈക്ക് നമ്മുടെ വിഷ്വൽസ് മാത്രമല്ല, ഇതിന്റെ സോങ്സും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. സോങ് ആക്ച്വലി ഹരിശങ്കർ പാടുന്ന സോങ്സ് എല്ലാം തന്നെ എപ്പോഴും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആണ്. അപ്പം ശരിക്കും നിങ്ങൾക്ക് അറിയാമായിരുന്നു ലൈക്ക് ആദ്യം തന്നെ ഹരിശങ്കർ ആണ് ഈ സോങ് പാടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഓർ അവസാനമാണോ മനസ്സിലായത്? ലൈക്ക് ഇല്ല, നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്തല്ല ആക്ച്വലി. ഇത് മനസ്സിൽ വേറെ കുറച്ച് അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരു പ്ലാൻ അല്ലായിരുന്നു. നമുക്ക് ഇന്നൊരാൾ പാടണം എന്നുള്ള രീതിയിലല്ല. നമ്മൾ പിന്നെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടനായിട്ട്, ശങ്കരേട്ടനായിട്ട് നേരത്തെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കേക്ക് തന്നെ കോ കൺസീവ് ചെയ്ത ഒരു വർക്കിൽ പുള്ളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈസി ആയിരുന്നു കുറച്ചുകൂടെ പുള്ളി. അപ്പം പുള്ളി നമ്മളൊരു പൈലറ്റ് പാടി വെച്ചിരിക്കുന്നതിനേക്കാളും ഒരുപാട് ഭയങ്കര മേളില പുള്ളി സ്റ്റോറി റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കുറെ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നു ഈ സോങ്. ഭയങ്കര ക്ലൈമാക്സ് ഒക്കെ എലിവേറ്റ് ചെയ്യാനായിട്ട് സോങ്ങിൽ പുള്ളി പാടി വെച്ചിരിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാ ലൈക്ക് ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് അപ്പ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചത് പുള്ളിയുടെ വോക്കലും നമ്മുടെ മ്യൂസിക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അനന്തു എന്ന് പറഞ്ഞ പുതിയ പയ്യനാണ് മ്യൂസിക് ചെയ്തത്. ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പം നിങ്ങളുടെ പ്രിവ്യൂ ഷോ എന്ന് കഴിഞ്ഞല്ലോ, അപ്പം തിയേറ്ററിൽ പോയിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾ മൊത്തം ഈ ഷോർട്ട് ഫിലിം കാണുകയാണ്. അപ്പം ഞാൻ കേട്ടു നിറച്ചും ആൾക്കാരായിരുന്നു ഞാൻ കേട്ടു. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു പ്രിവ്യൂ ഷോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് 3 പേർക്കും? കാരണം തിയേറ്ററാണ്, വനിതാ വിനീതയിലാണ്, ആൻഡ് ഇത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇറങ്ങുന്നതാണ്. എല്ലാ ടൈപ്പ് ഓഫ് ഹൈപ്പ് ഇതിനുണ്ട്. അപ്പൊ അത് എല്ലാവരും കൂടെ ഇരുന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അതായത് നമ്മുടെ മ്യൂസിക് വീഡിയോ
ഇത് മ്യൂസിക് വീഡിയോയുടെ പ്രൊമോഷൻ ആയിരുന്നു ഗായത്രി പ്രൊമോഷൻ ആയിരുന്നു എന്ന് സംശയം. ചിലര് സിനിമയിൽ ഇടുന്നുണ്ട്, ചിലര് ഷോർട്ട് ഫിലിമിൽ ഇടുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഗായത്രി മതി സ്ക്രീനില്. പക്ഷെ മൊഴി സിനിമ കാണാൻ വന്ന ഗായത്രിയെ കണ്ടോ, മൊഴി മ്യൂസിക് വീഡിയോ ഗായത്രിയെ കണ്ടോ, മൊഴി സിനിമ കാണാൻ വന്ന ഗായത്രി കണ്ടു. ഗായത്രി നിറഞ്ഞിരിക്കുന്നത് റെഡ് കളറോടെ ആയോണ്ടേ. ആയോണ്ട് പിന്നെ സുന്ദരി ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. മനപ്പൂർവ്വം തന്നെയാണ്. മനപ്പൂർവ്വം ഇട്ടത് തന്നെയാണ്. പിന്നെ ഉറപ്പായിട്ടും പിന്നെ എല്ലാവരുടെയും റിവ്യൂ ഷോയ്ക്ക് നല്ല അടിപൊളിയായിട്ട് വരാം. ഷോയ്ക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അത് ക്യാപ്ഷനിലുണ്ട്, ചുവന്ന സാരി എടുത്ത് വന്ന സുന്ദരിയായിട്ട് ഗായത്രി മയൂര ഷോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് സന്തോഷമായിരുന്നില്ല ആക്ച്വലി തോന്നിയത്? ആക്ച്വലി സ്പീക്കിംഗ് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കമന്റ് വായിച്ചപ്പോഴാണ് ചെറിയ രീതിക്ക് വേണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അഖിൽ ചേട്ടന്റെ ഒരു നേരത്തെ ഇന്റർവ്യൂല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കണം, ഓൺലൈൻ മീഡിയനെ പറ്റിയിട്ടൊക്കെ. അപ്പം അതിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരെടുക്കുന്ന ആംഗിൾസിന്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ആക്ച്വലി നമുക്ക് ഈ കമന്റ് നോക്കുന്ന സമയത്ത് അത് ശരിക്കും അറിയാനും പറ്റും. പക്ഷെ അത് എഫക്ട് ചെയ്യാറുണ്ടോ? ഇപ്പം ഇന്നിങ്ങനെ കമന്റ്സ് എന്തെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് അത് എഫക്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ആക്ച്വലി സ്പീക്കിംഗ് എനിക്കെതിരെയായിട്ടോ അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ആ രീതിയിലുള്ള കമന്റ്സ് ഒന്നും ഞാൻ എവിടെയും കണ്ടില്ല. ചില പേജുകളെ പർപ്പസ്ഫുള്ളി ചിലർ ട്രോളിക്കൊണ്ടുള്ള കമന്റുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് ഞാൻ വായിച്ചു ആ ഫൺ രീതിയിൽ, എല്ലാം ഫൺ രീതിയിൽ എടുക്കുന്നു വിടുന്നു, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു വർക്കിന്റെ പ്രൊമോഷൻ എന്ന ഒരു പരിപാടിയല്ലേ. അപ്പൊ നമ്മൾ ലൈറ്റ് മൈൻഡ് ആയിട്ട് കണ്ടു വിട്ടു. പിന്നെ സത്യത്തിൽ നമ്മളൊരു അഭിനയിച്ച സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരു മൂഡില്ലേ. ഇതിപ്പോ മൊത്തത്തിൽ നമ്മൾ തിയേറ്ററിനകത്തൊരു 20-25 മിനിറ്റോളം ഇരുന്നിട്ടുള്ളൂ മൊത്തം തിയേറ്ററിൽ. ആരും അടുത്ത ഷോയ്ക്ക് മുന്നേ ഉള്ള ഒരു 1 മണിക്കൂറിലാണല്ലോ നമ്മൾ പ്രിവ്യൂ ആണ്. അപ്പൊ പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ. എനിക്ക് ഇതിന് തൊട്ട് മുമ്പ് ഇതേ ഫീൽഡിൽ ഞാൻ നിന്നത് മന്ദാകിനി സിനിമ ഇറങ്ങിയിട്ട് അതേ സ്ക്രീനിലായിരുന്നു ഇത് നടക്കുന്നത്, നമ്മുടെ പ്രിവ്യൂ നടന്നത്. അപ്പോൾ അന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം മീഡിയാസ് വരുന്നു, ആൾക്കാർ നമ്മുടെ അടുത്ത് അഭിപ്രായം പറഞ്ഞു, നല്ലതായിരുന്നു പറയുന്നു. സെയിം ഫീൽ, ഒരു സിനിമയുടെ ഫീൽ കണ്ടവർ അതാ പറഞ്ഞത്, ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ലൈക്ക് എടുത്തത്, അത്രയും വർക്കിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു ഫീൽ. മന്ദാകിനിയിലാണെങ്കിലും നല്ല വെള്ളം ഇങ്ങനെ നല്ലപോലെ ആൽക്കഹോളൊക്കെ കുടിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ കല്യാണ വീട്ടിൽ. അങ്ങനെ അപ്പൊ ഇത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇപ്പൊ അഖിലേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വേരിയന്റ് ആയിട്ട് ഫുൾ ടൈം ബീഡി എല്ലാത്തിലും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കില്ലേ? ബീഡി ഞാൻ മൊത്തം മറ്റേ എന്റെ പേര് ലഹരി ആക്കേണ്ട അവസ്ഥയാണ്. അയ്യോ, അത് അതിൻ്റെ അകത്ത് മാറി ചെയ്യണമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇത് ഇങ്ങനെ ലൈക്ക് ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാത്രം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലാണ്ട് ഭയങ്കര പോസിറ്റീവ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ കുറെ വർഷമായിട്ട് എന്നെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിരിപ്പിക്കുന്ന പരിപാടിയാണ്. അതെ അതെ. അപ്പൊ അവിടുന്ന് നമുക്കിങ്ങനെ എനിക്ക് ഒരു സന്തോഷാട്ടെ. എനിക്ക് നമ്മൾ കുറെ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അല്ലാതെ വേറൊരു പരിപാടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ധൈര്യം കാണിക്കുന്നല്ലോ. കേക്ക് അവന്റെ ഏറ്റവും വലിയ ധൈര്യമാണ് എന്നെ ഈ ക്യാരക്ടർ ഏൽപ്പിച്ചെന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഒരാൾ ചിന്തിക്കില്ല. അത് ഇത്രയും വർഷം ഓൾറെഡി ടി വിയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കോമഡി ഹ്യൂമർ ഭയങ്കര ഹ്യൂമർ ആയിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്നെ ഇതിലോട്ട് ഇത് വയ്ക്കാം എന്നുള്ളത് കേക്കയുടെ നമ്മുടെ ക്യാമറാമാൻ ജിത്തുവിന്റെയും ഒരു ഇതാണ്, സെൻസാണ്. അപ്പം അത് ജിത്തു നമ്മുടെ പ്രീമിയർ പത്മിനി ഞങ്ങളുടെ വെബ് സീരീസിന്റെ ക്യാമറാമാനും എഡിറ്ററും ഒക്കെ ആയിരുന്നു ജിത്തു. അപ്പം അവൻ വെച്ച ഫ്രെയിമിലൊക്കെ ഞാൻ ചിരിപ്പിക്കുന്ന പരിപാടി ചെയ്തിട്ടുള്ളൂ. മാറ്റി അവന്റെ അതേ ഫ്രെയിമിൽ അവൻ എന്നെ ഇങ്ങനെ അവന്റെ ഒരു തോട്ട് വന്നു എന്നുള്ളതാണ് സംഭവം. പിന്നെ ഈ എനിക്കൊന്നും ഇപ്പൊ ചെയ്തൊരു 2 പടത്തിലും എനിക്ക് ഇതുപോലത്തെ പരിപാടിയാണ്. ഇപ്പം മന്ദാകിനിയിൽ ഫുൾ ടൈം മദ്യമാണ്, മൊഴിയിൽ ഫുൾ ടൈം ബീഡി. പിന്നെ എന്താ കഥാപാത്രത്തിന് അങ്ങനെ ഒരുപാട് ടൈം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയാം ഈ കഥാപാത്രം ഡ്രഗ് അഡിക്റ്റും ആയിരിക്കാം സ്വാഭാവികമായിട്ടും. പിന്നെ ഇപ്പൊ വേറൊരു ശുക്രൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു, അതിലും അത്യാവശ്യം നെഗറ്റീവ് ഷെയറാണ്. പക്ഷെ പോസിറ്റീവ് പരിപാടിയായിട്ട് ഹ്യൂമർ ഒരു പടത്തിൽ ഇപ്പൊ അഭിനയിച്ചു. അത് നയൻതാരയും നിവിൻ പോളിയുമായിട്ടുള്ള ഡിയർ സ്റ്റുഡൻസ്. അതിൽ ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, നല്ല കുട്ടിയാണ്, ഹോട്ടലിലെ ജോലിക്കാരനായിട്ട്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, അതൊന്ന് ഇറങ്ങട്ടെ. അപ്പത്തേക്ക് അത് ആ രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇപ്പം കാസ്റ്റ് ചെയ്യപ്പെട്ടതിനെ പറ്റി പറയുമ്പോഴാണ് എങ്ങനെയായിരുന്നു ഇതിലേക്ക് ലൈക്ക് ഈ ഹീറോ റോൾ അങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെട്ടതിനെ പറ്റി പറയാമോ, എങ്ങനെയായിരുന്നു എന്നുള്ളത്? ഇപ്പം അഖിലേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം അഖിലേട്ടനെ ആരും കാണാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് കേക്കയുടെ ഡിസിഷനാണ്. അതേപോലെ തന്നെ ലൈക്ക് ഞാൻ കോളേജ് തൊട്ട് അവൻ്റെ കൂടെ ഉള്ളതാണ്. നമ്മൾ ഒരുമിച്ചാണ്
ഈ സിനിമ വരും അതിലോട്ട് സ്വപ്നത്തിലോട്ടൊക്കെ ഇറങ്ങുന്നതെന്ന്. അപ്പോൾ എല്ലാ വർക്കിലും അവൻ്റെ എല്ലാ വർക്കിലും എന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുക. ക്യാരക്ടേഴ്സിനെ എന്തെങ്കിലും എടാ നീ ചുമ്മാ എപ്പോഴും ഈ സ്ഥിരം പരിപാടി കൂട്ടിയിട്ട് കുറച്ച് എല്ലാ വർക്കും അവനോട് എല്ലാ വർക്കിലും ഞാൻ ഒരേപോലെ അല്ല. മൊഴിയിൽ എൻ്റെ ഈ ഒരു പ്രായമോ അല്ലെങ്കിൽ ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ എടുത്താൽ പൊങ്ങുന്ന ഒരു ക്യാരക്ടറോ അല്ല. ഓൾറെഡി ഇത് വേറെ ആളെ വെച്ച് പ്ലാൻ ചെയ്തൊരു സാധനമാണ് ഹീറോ ആയിട്ട്. പക്ഷെ പറയാമോ? ഇല്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറെ നേരം കേൾക്കും, നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നിരുത്തും. അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ ചോദിക്കാം. അപ്പം ആ സമയത്ത് ചോദിക്കാന്ന്, പക്ഷെ മറന്നു പോയത് കേട്ടോ, നമുക്ക് ചോദിക്കണത്. ഓക്കെ, അപ്പൊ ബാക്കി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അപ്പം അതെന്തോ നടന്നില്ല ആ സമയത്ത്. പിന്നെ ഞാനാണ് അവന്റെ സ്ഥിരം നായകൻ, കമ്പനി നായകൻ എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ക്രൂവിന് മൊത്തം ഡൗട്ടായിരുന്നു ആക്ച്വലി. ഞാനിത് ചെയ്താൽ ഇതെങ്ങനെയായിരിക്കും, ഇത് ബിലീവബിൾ ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ മേക്കപ്പ് പരിപാടി കിട്ടുന്നപ്പോൾ രണ്ട് ഷെയ്ഡും ഉണ്ട്. ലൈക്ക് ഒരു പ്രായം കുറഞ്ഞ ഇതുകൊണ്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കുറച്ച് റഫായിട്ടൊക്കെ വരുന്നവർ രണ്ട് ടൈപ്പ് ഓഫ് ലുക്സും ട്രൈ ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കരമായിട്ടും. ഞാൻ ഭയങ്കരമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കെപ്പോഴും അവന്റെ വർക്ക് എപ്പോഴും വൺ ഓഫ് മൈ ബെസ്റ്റ് വർക്ക് ആയിരിക്കും എപ്പോഴും. ഗായത്രി എങ്ങനെയാണ് പ്രൊജക്റ്റിലോട്ട് വരുന്നത്? പ്രൊജക്റ്റിലേക്ക് വരുന്നതും ഇതുപോലെ മൊഴി കംപ്ലീറ്റ് പ്ലാനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് കേക്ക് അപ്രോച്ച് ചെയ്യായിരുന്നു. ഞങ്ങൾ ഈ പറയുന്ന പോലെ ഡെയിലി ഒരു എന്താ പറയുക, ഞങ്ങൾ ഡെയിലി കാണുന്ന ഒരു പറ്റം സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ എന്നോട് ഇരുന്ന് ഇങ്ങനെ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരുപാട് എന്താ പറയുക ഇൻ ഡെപ്ത് കാണിക്കാനുള്ള ഒരു സ്പേസ് എനിക്കതിലില്ല. പക്ഷെ എനിക്ക് വളരെ നൈസായിട്ട് പെർഫോമൻസിനുള്ള ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. ആ കഥാപാത്രത്തിന് ഇമ്പാക്റ്റ് ഉണ്ട്. ആ എൻ്റയർ വർക്കിൽ കഥാപാത്രത്തിന് ഇമ്പാക്റ്റും ഇമ്പോർട്ടൻസും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ പ്രസൻസ് ഒരുപാട് അങ്ങനെ ഇല്ല. പക്ഷെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് വർക്കൗട്ടായി. ലൈക്ക് രസമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് പാട്ട് കേട്ടു. പാട്ട് കേട്ടപ്പോഴും ഞാൻ ഓക്കെ, ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അഖിലേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബോസിനെ പറ്റി ചോദിക്കാണ്ട് വിടാൻ പറ്റില്ല. കാരണം എവിടെ കിട്ടിക്കഴിഞ്ഞാലും ചോദിക്കണ്ട ഉറപ്പാ. ഒരു കാര്യം നമുക്ക് ചോദിക്കാം, മറ്റു കാര്യം ചോദിക്കാലോ. ഇനി ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ അടുത്ത സീസൺ ആയിരിക്കാം, ഒരു അഖിലേട്ടനോട് ചോദിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സീസണിൽ വന്നിട്ട് നിൽക്കാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഖിലേട്ടൻ പോവും? പിന്നെ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് കൊതി തീർന്നിട്ടില്ല ഇപ്പോഴും ശരിക്കും. പിന്നെ എന്റെ മനസ്സിൽ ബാലൻസ് കിടക്കുന്ന ഒരു 12 ദിവസമുണ്ട്. ഇത് അഖിലേട്ടൻ ചുമ്മാ പറയുന്നതാണ്? സീരിയസ്ലി പറയുന്നത്. എനിക്ക് ഇൻകംപ്ലീറ്റഡ് എന്നൊരു സാധനമുണ്ട്. എനിക്ക് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ ഒരു അവസാനം വരെ ഞാൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം. നമ്മൾ ഇപ്പൊ ഒരാളെ പറ്റി ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അയാളുടെ ആള് ഞാൻ മരിക്കുന്നവരെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന്, അതെനിക്ക് ഭയങ്കര അങ്ങനെ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞുള്ള കാര്യമാണ്. അതുപോലെ ഞാനൊരു ഷോയിൽ പോകുമ്പോൾ എനിക്ക് അതിന്റെ ഫിനാലെ വരെ പോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമല്ല, എൻ്റെ ആഗ്രഹമായിരുന്നു. ആ മിസ്സായ 12 ദിവസം ഉണ്ട്. 88 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. 88ആണോ 78ആണോ? 88 തോന്നുന്നു. പോയി പെട്ടെന്ന് മോശമായിരുന്നു. പക്ഷെ 88 ആ 12 ദിവസം എനിക്ക് മിസ്സിംഗ് ആണ്. പക്ഷെ അപ്പോഴും ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ 1 പിന്നെയും തുടങ്ങണല്ലോ 100 വരെ. അതിനോ ഇനിയിപ്പോ 100 ദിവസം നിന്നേ പറ്റുള്ളൂ. ഇനി കളി അറിയാലോ. അതെ. പരിപാടി അറിയാം. പക്ഷെ അത് അവിടുന്ന് ഇത് ലാസ്റ്റ് ഇതും കൂടെ ഉള്ളു കേട്ടോ. അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പറയും നമ്മുടെ ജീവിത ശൈലിയൊക്കെ അവിടെ ഉള്ള പോലെ ആവും നമ്മൾ പറയുമല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് കുറെ നാൾ അങ്ങനെ തന്നെ ആയിരുന്നോ നമ്മൾ? ഈ ട്രോമ പോലൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് എനിക്ക് അവിടുന്ന് ഇറങ്ങി കുറച്ച് നാള് ഈ ബഹളങ്ങൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ഈ മൊബൈൽ യൂസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. മൊബൈൽ യൂസ് ചെയ്യുന്ന കുറഞ്ഞ ആക്ച്വലി പിന്നെ ഒരു ഇതുണ്ടായിരുന്നില്ല മൊബൈൽ കണ്ടപ്പോ യൂസ് ചെയ്യണം എന്നുള്ള കുറച്ച് നാള്. ഇപ്പതൊക്കെ അടുത്ത് അതല്ല, അന്ന് ഇറങ്ങുമ്പോ എന്റെ മൊബൈൽ അന്ന് എന്റെ അനിയന്മാരും കൂട്ടുകാരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വരുന്ന കോൾ എല്ലാം അവരെടുത്തോണ്ട് ഞാൻ എനിക്ക് ഫോൺ ലോക്കൊക്കെ മറന്നുപോയായിരുന്നു. അങ്ങനെയൊക്കെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ലോക്ക് വരെ നമ്മൾ മറന്നു, മെമ്മറിയിൽ ലോക്കൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. കാർ ഓടിക്കുമ്പം പുറയുന്ന ഹോൺ അടിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള, അതായത് ശബ്ദം കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ, അങ്ങനെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോയി ഇരുന്നാലും ഭയങ്കര കോൺഷ്യസ് ആണ്.
എനിക്ക് ഒരു മാസത്തോളം അത്ര ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു എന്തോ ചേഞ്ചസ് ഇവനുണ്ട്. പക്ഷെ ഇതേ ചേഞ്ചസ് ഞാൻ എൻ്റെ കൂടെ ഉള്ള മറ്റൊരാളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പുള്ളിയെ ഞാൻ പറഞ്ഞ് കളിയാക്കുമായിരുന്നു എന്താണ് ഇങ്ങനെ പറഞ്ഞു. അതേ ചേഞ്ചസ് എനിക്ക് വന്നപ്പോ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് അന്ന് എനിക്കും ഉണ്ടായത്. ഇപ്പൊ മനസ്സിലായ നീ എന്തെങ്കിലും സൈലന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ ട്രൈ ചെയ്ത അവസാനം ഞാൻ ആക്റ്റീവായി. പിന്നെ ഞാൻ ഓക്കെ ബാക്ക് ടു നോർമൽ എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ. അത് സ്വാഭാവികമാണ്. നമുക്ക് മൊബൈൽ ഇല്ലാതെ പത്രം ഇല്ലാതെ ടൈം ഇല്ലാതെ വീട്ടുകാരെന്ത് ചെയ്യുന്നു അറിയാതെ കൂട്ടുകാരെ കാണാതെ ഇങ്ങനെ ഒരു എന്താ പറയണ ലക്ഷറി ഗ്യാസ് സിലിണ്ടർ. അതെ ലക്ഷറി ഗ്യാസ് സിലിണ്ടർ ശരിയാട്ടോ കറക്റ്റ് വേർഡ്. ലക്ഷറി ആയിട്ടൊരു ഗ്യാസ് സിലിണ്ടർ പ്രഷറിലല്ലേ അത് ലക്ഷറി കുക്കറാണ് സത്യത്തിൽ. നമ്മളിങ്ങനെ പ്രഷറിൽ നിൽക്കുന്ന ഒരു സ്ഥലം ഏത് സമയവും. പക്ഷെ ഭയങ്കര ലക്ഷറിയസ് ആണ് എല്ലാം. ലക്ഷറിയസ് ഫുഡിലല്ല അല്ല വേ സെറ്റപ്പ് ഒക്കെ ഭയങ്കര ലക്ഷറിയസ് അല്ലേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ നിങ്ങൾ പോവോ? എന്നാലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അവസ്ഥ പോയി കഴിഞ്ഞായിരുന്നു? ഞാൻ പയ്യങ്ങനെ അഭിനയിച്ചൊക്കെ അത് വേണ്ട, എനിക്കത് വേണ്ട. അങ്ങനല്ല, സിനിമയിൽ കൂടെ ഒന്നും പറയുന്നില്ല. ഓക്കെ ഇല്ല, എനിക്കും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഓൾസോ കൽഫാൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാനിങ്ങനെ റൂമർ കേട്ടായിരുന്നു, റൂമറാണോ എന്ന് എനിക്ക് അറിയത്തില്ല, റൂമർ കേട്ടായിരുന്നു റൈഫിൾ ക്ലബിലേക്കൊരു റൈഫിൾ ക്ലബില് ഒരു ക്യാരക്ടർ ഇനി കുഴപ്പമില്ല. അത് ഏത് റൂമർ എന്ത് അയ്യോ അപ്പൊ ഇപ്പൊ സമാധാനമായില്ലേ? ഞാൻ റൂമർ ഉണ്ടായിരുന്നു റൈഫിൾ ക്ലബിൽ ഒരു ക്യാരക്ടർ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് പറയാവോ എന്നാന്നുള്ളത്? റൈഫിൾ ക്ലബില് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി നോക്ക് അതിപ്പോ പറഞ്ഞു അമിതാഭ് കശ്യപിന്റെ പക്ഷെ അല്ല, അത് ആ സമയത്ത് അനിയത്തിയുടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് മാറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഷൂട്ടിൻ്റെ അന്ന്, കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഷൂട്ടിൽ നിൽക്കണം, പോകാൻ പറ്റില്ല. ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വലുതെന്തോ നമുക്കേ വേറെ നല്ലതല്ല അതുപോലെ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി വീണ്ടും ഉണ്ടാവും. അതെ, എപ്പോഴും വാട്ട് എവർ ഹാപ്പൻസ് ദാറ്റ് ഹാപ്പൻസ് ഫോർ റീസൺ എന്നാണല്ലോ. അത്രേ ഉള്ളൂ. എനിക്കറിയാം, റൂമറാണത്. ഓക്കെ, നമ്മൾ ഇനി ഇത്രയും നേരം കെ എന്ന് പറഞ്ഞിട്ട് സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഡയറക്ടറിനെ ഒന്ന് വിളിച്ചാലോ? നമുക്ക് ഡയറക്ടറിനെ ഇരുത്തി നമുക്ക് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ. സോ നമ്മൾ നമ്മുടെ ഡയറക്ടറായ നാലാളും കൂടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ഡയറക്ടറിനെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും നേരമായിട്ട് നമ്മൾ കെ അങ്ങനെ പറഞ്ഞു. കെ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേരിന്റെ ഇതെന്താണ്? കെ എന്റെ പേര് അതെ എന്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. എന്റെ അമ്മയച്ഛനും എനിക്ക് ഇട്ട പേരാണത്. അതെ, പക്ഷെ എന്തോ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഇന്നലെ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയപ്പോ അപ്പൊ എനിക്ക് ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ ഒരു റൈറ്റപ്പ് എഴുതുവാണ്. അപ്പം ഞാൻ ഓരോരുത്തരായിട്ട് മെൻഷൻ ചെയ്ത് പോവാണ്. അപ്പം ഇനി ഞങ്ങളുടെ സംവിധായകൻ കെ എത്ര തപ്പിയിട്ടും കിട്ടണില്ല, കെ അത് കൃഷ്ണകുമാർ എന്ന് അടിച്ചപ്പോ അഹാനയുടെ അച്ഛൻ കൃഷ്ണകുമാർ അതൊക്കെ വന്നു. ഇനി ഞാൻ പുള്ളിയെ മെൻഷൻ ചെയ്ത് വെച്ചിട്ട് പുള്ളി എന്നെ വിളിച്ചത് ഞാനത് മൊത്തം എടുത്ത് കളഞ്ഞു. എന്നിട്ട് കെ എന്ന് മാത്രം എഴുതി വെച്ചു. അതായത് എനിക്ക് KAY അങ്ങനെയല്ല സ്പെല്ലിംഗ്. ഞാൻ നോക്കിയപ്പോ കെ കൃഷ്ണകുമാർ എല്ലാരും കെ ആയിരിക്കും, കൃഷ്ണൻകുട്ടി കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസം കുറച്ച് സ്റ്റൈലിഷ് ആക്കിയിട്ട് ആദ്യത്തെ ഷോർട്ട് ഫിലിം കോളേജ് പഠിക്കുന്ന സമയത്ത് 2016 ഞാൻ ഇവനെ തന്നെ നായകനാക്കി ഫോണിൽ DSLR കൂടെ ഷൂട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ കെ 16 ഷൂട്ട് ചെയ്തിട്ട് 17 ഇറക്കി. ഇത് 2024 ഷൂട്ട് ചെയ്തിട്ട് 25 ഇറക്കി. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതിന്റെ ഷൂട്ട് നടക്കുവാണ്. സെയിം ഡേറ്റിലൊക്കെ ഏതാണ്ട് ആസിഫ് അലി പോലെയാ
കരിഫാനല്ലേ ഇവർ രണ്ടുപേരും? ഇടയ്ക്ക് മറ്റേ കളിയാക്കി പറയും, മറ്റേ വിജയ് സേതുപതി പറഞ്ഞ പോലെ അങ്കസ്വത്തി ഇങ്കസ്വത്തി എന്റെ അടുത്ത് തന്നെ വരാം. എന്റെ അടുത്തേക്ക് വരും. ഞാനിത് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ഞാൻ നിന്നെ നായകനാക്കി എന്തായാലും ചെയ്യൂലാന്ന്. എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 35 വയസ്സ് വരും. അപ്പൊ സോ നിന്നെ ഞാൻ ചിന്തിക്കുന്ന തന്നെ ഇല്ല. അപ്പോഴേ മറ്റേ ഈ നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇവൻ ആദ്യം എല്ലാം നിരസിക്കും. കൽഫാൻ ആദ്യം എല്ലാം. ഇതിന് മുന്നേ ഞാൻ തല്ലുമാലയുടെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഫൈറ്റ് കവറേഷൻ. അത് ഇതുപോലെ പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ പോയിട്ട് വലിയ എക്സൈറ്റ്മെന്റിൽ കൽഫാൻ ഇങ്ങനെ പരിപാടി, നിനക്ക് വേറെ പരിപാടി ഇല്ല, ഇതൊക്കെ നീ ചുമ്മാ ഇടക്കിടക്ക് ഇങ്ങനെ വരും. അപ്പൊ നമ്മളെ കൂടെ ചീഫ് ഉണ്ട്, PB എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ PB വന്നിട്ട് കൽഫാനെ അങ്ങനെയല്ല, വേറെ കുറച്ച് അടുത്തുണ്ട്, കുറച്ച് പൊങ്ങി കുറച്ച് താഴ്ന്നു കേട്ടോ, അതങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ ഷോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഷോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യാം. അതുപോലെ ഇതിലും ഒന്ന് നിർബന്ധിച്ചാൽ എന്നുള്ള പരിപാടിയാണ്. അതിന്റെ ഷൂട്ടിന് വന്നൊരു സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ വലുതാണ്. അപ്പൊ ഇതിലും ഇതിന് പ്ലാൻ ചെയ്ത സമയത്ത് സത്യം പറഞ്ഞ വേറെ കുറെ പരിപാടികൾ, കുറെ ആർട്ടിസ്റ്റുകൾ, ഞാൻ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേരെ 10-12 പേരോളം അടുപ്പിച്ച് ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആരെയായിരുന്നു ആദ്യം വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ വർക്ക് ചെയ്തോണ്ട്, ഞാൻ ഷോർട്ട് ഫിലിം പരിപാടിയൊക്കെ വിട്ടിട്ട് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു മൊത്തത്തിൽ. അപ്പൊ ആ സമയത്ത് ഞാൻ 2023 തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയം തൊട്ട് ഇത് മൈൻഡിലുണ്ട്. ഇത് ഈ നേരത്തെ പറഞ്ഞ PB എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഡയറക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണ്. PB എന്ന് പറയുന്ന ആൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനെ ഡയറക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിയ കഥയാണ്, ഞാൻ പറഞ്ഞൊരു കഥയാണ്. അതിനെ പിന്നെ ഞാൻ വലുതാക്കി നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു പരിപാടിയിൽ ഞാൻ തന്നെ ചെയ്യുന്ന പരിപാടി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്ത. അപ്പോ ഈ കഥ ഇങ്ങനെ സെറ്റായി വന്ന സമയത്ത് ഞാൻ അത്യാവശ്യം തമിഴിൽ അത്യാവശ്യം നല്ല വലിയൊരാളുടെ മകനെ അതാരാണെന്ന് പറ. നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ വേറെ അഖിലേട്ടൻ അറിയാവോ? കാണൂല ഇത്, അതെ പേടിക്കണ്ട. അല്ലല്ല, മലയാളം ആയതുകൊണ്ടേ അവൻ കാണില്ല. സജഷൻ ചിലപ്പോ പോകത്തില്ല, മലയാളത്തിലല്ലേ തമ്പൊക്കെ വരിക, അപ്പൊ അങ്ങോട്ടേക്ക് പോകത്തില്ലല്ലോ. പുള്ളിയുടെ കാരണം കൊണ്ട് തെറ്റിപ്പോയതാണെന്ന് അറിയത്തില്ലല്ലോ. അത്യാവശ്യം നമ്മൾ ഏജൊക്കെ വരുന്ന ഒരു പുള്ളിയാണ്. അപ്പൊ ഈ കഥയോ വേറെ അച്ഛൻ ആരാന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ ഭയങ്കര തമിഴ് സിനിമയില് ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആക്ടിങ് നടത്തുന്ന ഒരാളാണ്. എത്ര വയസ്സ് കാണുമെന്ന് പറയാമോ? പുള്ളിക്കൊരു ഈ അടുത്ത ചിങ്ങത്തിൽ 40-42 വയസ്സ്. നമുക്കെല്ലാം വളരെ ആരാധനയുള്ള ഒരു ഇതാണ്. ഭയങ്കര സിംപ്ലിസിറ്റി പറയുന്നതിനോട് ചിലപ്പം പറഞ്ഞില്ല അവർക്ക് ഓക്കെ ആയിരിക്കും അറിയില്ല. അത് സംഭവം അവരുടെ തെറ്റുകൊണ്ടല്ല. ഇവിടെ കോടീശ്വരനല്ല, ഞാൻ സംസാരിച്ചു. പുള്ളി നമുക്ക് ഓക്കെ എല്ലാം റെഡി ആയിരുന്നു, എല്ലാം സെറ്റ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരന് വേറെ വർക്ക് വരികയും അങ്ങനെ അത് പുള്ളി ഒരു സിനിമയിൽ നായകനായിട്ട് പോവുകയും ഒക്കെ ചെയ്ത സമയത്ത് വീണ്ടും പറഞ്ഞ വിജയ് സേതുപതി സാറിന്റെ മോനുമായിട്ട് സംസാരിച്ചിരുന്നു. ജസ്റ്റ് അല്ലല്ല, പുള്ളിയായിട്ട് അത് നമ്മള് ഇൻസ്റ്റാഗ്രാം, ഞാനെല്ലാം ഇൻസ്റ്റാഗ്രാമാണ്, ഞാനിങ്ങനെ ഫ്രണ്ട് ഓഫ് മെസ്സേജ് അയച്ചു. എനിക്ക് കഥ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലാണ് കഥ പറഞ്ഞത്. ബേസിക്കലി ഇപ്പൊ ലൈക്കിൽ എത്തിയതാണെങ്കിലും ഇതെല്ലാം ഞാനിങ്ങനെ നോക്കും എന്തൊക്കെ വഴികളിലൂടെ പോകാൻ പറ്റുമെന്ന്. ഇപ്പോഴും ഇപ്പൊ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഇവർക്ക് എന്റെ ഫ്രണ്ട്സിന് ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ 2022 ഒക്ടോബറിൽ ഞാൻ ലൈക്ക മ്യൂസിക്കിന് ഞാൻ ഹായ് സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ മറ്റന്നാൾ അത് എന്റെ വർക്ക് അതിൽ റിലീസാണ്. അപ്പൊ അതൊക്കെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത പോലെ അത് ഞാൻ ഇന്നലെ ടാഗ് ചെയ്ത സമയത്താണ് ഞാനും ആ മെസ്സേജ് തന്നെ കാണുന്നത്. 3 വർഷം മുന്നേ അയച്ചൊരു മെസ്സേജാണ്, അത് ഞാനിപ്പോ കാണുന്നുണ്ട്. അതുപോലെ കേക്കയുടെ ഭയങ്കര സംഭവമുണ്ട്. അതായത് നമ്മുടെ ഈ വീഡിയോ അവർ ലൈക്ക് എടുക്കണമെങ്കിൽ അവരുടെ ഒരു ഫോർമാലിറ്റി അനുസരിച്ച് മലയാളത്തിലെ ഒരു എസ്റ്റാബ്ലിഷ് ആയ ഒരു ഡയറക്ടർ നമ്മുടെ വീഡിയോ ഞാൻ കണ്ടു ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് സൈൻ ചെയ്യണം, ഒരു പേപ്പർ സൈൻ ആണ്. അത് ഞങ്ങൾക്ക് ചെയ്തതെന്ന് അജയ് വാസുവേട്ടനാണ്. അജയേട്ടനാണ് സൈൻ ചെയ്തത്. ഈ അജയേട്ടന്റെ മാസ്റ്റർ പീസ് സിനിമയില് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു കേക്കെ. ആ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ പോയ ആണ് അടുത്ത പടം ഡയറക്ട് ചെയ്ത് സൈൻ ചെയ്ത്. അതിന്ന് ഇന്ന് ഞാനത് അവിടെ തിയേറ്റർ പ്രവീൺ സാറുണ്ടായിരുന്നു, അജയ് സാറുണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ വെച്ച് അത് പറഞ്ഞു. അതുപോലെ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഇറക്കിയത് സുനിൽ ഇബ്രാഹിം ഡയറക്ടർ സാറിന്റെ യൂട്യൂബ് ചാനലിലാണ്, വൈബ്സ് ഓൺലൈൻ എന്ന് പറഞ്ഞു. പുള്ളി ഇന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്റെ വളർച്ച ഞാൻ പറഞ്ഞും അല്ലാതെ ഇപ്പൊ സുനിലിക്കൊക്കെ ആണെങ്കിൽ നേരിട്ടും കണ്ടിട്ടുള്ളതാണ്. അതാ ക്വാളിറ്റി അത്രയും നല്ലതുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് ഇറക്കുമ്പോ തന്നെ നമുക്ക് ഓൾറെഡി വിശ്വാസമാണ് ഭയങ്കര ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള. അത് എടുത്തു എന്ന് പറഞ്ഞുള്ള മെയിൽ എനിക്ക് വന്നപ്പോ തന്നെ ഞാൻ അപ്പൊ ആ ഒരു പരിപാടിയാണ് എല്ലാവർക്കും. ഇപ്പൊ ഞാൻ ഹരിചേട്ടനാണെങ്കിലും ഹരിചേട്ടന് പാടുന്ന സമയത്ത് അറിയില്ല ഇത് എവിടെയാണ് റിലീസ് പോവുക ഒന്നും അറിയത്തില്ല. വീഡിയോ കണ്ടിട്ടാണ് പുള്ളി പാടുന്നത്.
ഇത് ഓൾറെഡി വീഡിയോ ഫുൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഓക്കെ. ഞാനിങ്ങനെ മ്യൂസിക് ഡയറക്ടറിന്റെ പരിപാടിയും അത്യാവശ്യം അടിപൊളി പരിപാടിയാണ്. പുള്ളി നന്നായിട്ട് ആ പരിപാടി സെറ്റ് ചെയ്തു. അനന്തു എന്നാണ് പേര്. പ്രിവ്യൂ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് ക്യാമറാമാനെയും ഡയറക്ടറെയും എഡിറ്ററെയും ഒക്കെ തിരക്കിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് മ്യൂസിക് ഡയറക്ടറെ ഒരുപാട് പേര് തിരക്കിയിട്ടുണ്ട്. സീൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാൻ ഞാൻ വേണ്ടി സത്യത്തിൽ മ്യൂസിക് ഡയറക്ടറെ കാണുന്നത് പ്രിവ്യൂവിന്റെ അന്നാണ്. അന്നാണ് എനിക്ക് നേരത്തെ അറിയില്ല. ആനന്ദു എന്ന് പറയുന്നത്. അനന്തുവിനെ കാണുന്നത് ഇതിന്റെ. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായില്ല ഇവൻ മ്യൂസിക് ഡയറക്ടർ. നമ്മൾ കുറേ പേര് വന്നിട്ടുണ്ടല്ലോ. ഒന്ന് അവൻ ഭയങ്കര ഒഴിഞ്ഞു മാറി കിടക്കുന്ന പേന. അവസാനം ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടർ, ഞാൻ പറഞ്ഞാ എന്ന് പറഞ്ഞ കാര്യം എന്റെ അടുത്ത് എല്ലാവരും തിരക്കുന്നുണ്ട്. മ്യൂസിക് ആൾക്കാരെ മ്യൂസിക് ഡയറക്ടർ ആരാ? ഞാൻ മ്യൂസിക് ഡയറക്ടർ ഇതിനകത്തുണ്ട്. പക്ഷെ ആരാന്നറിയില്ല. അടിപൊളി. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഫൈറ്റ് സീക്വൻസസിന്റെ കാര്യം പറയുമ്പോ അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഫൈറ്റ് സീക്വൻസസ് ചെയ്യുന്ന ഒരു ട്യൂബ്ലൈറ്റ് പൊട്ടിച്ചിട്ടേ ട്യൂബ്ലൈറ്റ് അടിച്ച് പൊട്ടിച്ചപ്പം ആ ഒരു സെക്കൻഡ് എന്താണ് സംഭവിച്ചത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പൊട്ടിക്കഴിഞ്ഞപ്പോ ഒരു പീസ് കൽഫം വായിന്നൊക്കെ കുറച്ച് കഴിഞ്ഞാണ് മനസ്സിലാക്കിയത് ഇപ്പുറത്ത് നിന്ന് എന്റെയും ജിത്തുച്ചേന്റെ ഒക്കെ മുടിയിലൊക്കെ ഇങ്ങനെ അത്രയും രീതിയിലുള്ള ഒരു കുറച്ച് ക്ലോസ് ഷോട്ടാണ്. അത് ഇങ്ങനെ എടുത്താല് ചെറിയ പീസസ് അല്ലേ ഇത്, എയറിൽ ഇതാവും, സ്കാറ്റേർഡ് ആവും. അപ്പൊ അങ്ങനെ പറ്റിയതാ. ഇപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് ഗായത്രി ഉണ്ടായിരുന്നു അവിടെ? ഞാനും ഗായത്രി നേരത്തെ ലൊക്കേഷൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഇന്റർവ്യൂവിനാണ്, പ്രൊമോഷനാണ് കാണുന്നത്. പ്രൊഡ്യൂസർ ഞാനതിപ്പോ ചോദിക്കാൻ വരികയാണ്, ഇതിന്റെ ബഡ്ജറ്റിംഗ് ആൻഡ് എവറിത്തിങ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാനാണെന്ന് പറഞ്ഞാലേ അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഈ പറയുന്ന ഇരിക്കുന്ന എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഇവരെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഇവരെനിക്ക് സപ്പോർട്ടും തന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാലം ലേറ്റ് ആവാൻ കാര്യം അത് തന്നെയാണ്. കാര്യം എനിക്ക് പൈസ എവിടെന്നെങ്കിലും കറങ്ങി വന്ന് ഞാൻ അങ്ങനെ ഈ പറയുന്ന പോലെ വർക്ക് ചെയ്ത് ആ പൈസ കൊണ്ട് അങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഇത് മാക്സിമം എങ്ങനെ ഏറ്റവും ബെറ്റർ ആക്കാം, അങ്ങനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ സമയം എടുത്ത് നമ്മൾ ഒരു ഇപ്പം ഈ പാട്ട് ഹരിശങ്കർ ചേട്ടനെ കൊണ്ട് പാടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഒരുപാട് ഇത് എടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് അത്രയും നമ്മൾ ഏതാണ്ട് 4-5 മാസം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ പാട്ട് പാടിക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോ സൈഡും മ്യൂസിക് സൈഡ്, സൗണ്ടിൻ്റെ എഫക്ട് സൈഡ്, ഇതെല്ലാം നമ്മൾ ഗ്രേഡിങ്, ഇതെല്ലാം നമ്മൾ വളരെ സമയം ചെയ്തതിൻ്റെ റീസൺ ബഡ്ജറ്റ് തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ട്. അതെ, ഇത്രയും ബുദ്ധിമുട്ടി ഇതിന്റെ ഔട്ട്കം നമ്മൾ തിയേറ്ററിൽ ഞാനിപ്പോ ഔട്ട് കണ്ടോണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഗായത്രി മാത്രമാണ് അത് നോട്ടീസ് ചെയ്തത്. കണ്ടു ഞാൻ നോക്കിയപ്പോ ഒരാളെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഞാൻ വിചാരിച്ചു കേക്ക് അപ്പൊ പൊട്ടു കരയും എന്ന് തന്നെ ഞാൻ എന്നിട്ട് പിന്നെ പോയിട്ട് പറഞ്ഞു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. സ്ക്രീനിൽ നമ്മള് വിഷ്വലി ഈ മ്യൂസിക്കും ഈ വിഷ്വലും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ലൈക്ക് ആഫ്റ്റർ ഓൾ നമ്മുടെ ഇത്രയും പേരുടെ ഹാർഡ് വർക്കിന്റെ ആ ഒരു സന്തോഷം ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. അത് ഞാൻ നേരിട്ട് കണ്ടു ഇന്ന് ഒരാളുടെ കണ്ണുകളിൽ. ഒരു കേക്കിന്റെ ഒരു ഡ്രീം ആയിരുന്നല്ലോ ഈ പ്രോജക്റ്റ്, അത് സക്സസ്ഫുൾ ആയി. സത്യം, ഞാൻ ഈ പറയുന്ന പോലെ ബാക്കി ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഡയറക്ടോറിയൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന 5ാമത്തെ വർക്കാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ കുറച്ച് പേഴ്സണൽ ആണ് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സാധനം. കാര്യം ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, 1 വർഷമായി ഞാൻ ഷൂട്ട് കഴിഞ്ഞ് 2 ദിവസത്തിനകത്ത് കട്ട് ചെയ്ത് ഞാൻ കണ്ടു തുടങ്ങിയതാണ് ഈ സാധനം. പക്ഷെ ഈ പറയുന്ന ഇന്നലെ വരെ ഞാൻ ഔട്ട് കാണുള്ളൂ. ഇതിനിടയിൽ ഒരു ദിവസം പോലും ഞാൻ ഔട്ട് കാണാത്തതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും കണ്ട് നമുക്ക് പല സമയത്ത് കാണുമ്പോൾ പല ഇമോഷനാണ്. കാര്യം ഇപ്പൊ ഈ വർക്ക് നിന്ന് പോകുന്ന സമയങ്ങളിൽ വർക്ക് കാണുന്ന സമയത്ത് ഭയങ്കര വിഷമമാവും. കണ്ണീന്ന് വരെ വെള്ളം വന്നു. കാര്യം നമ്മൾ ഈ രാത്രി സമയത്തൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇതിന്റെ ഔട്ട് ഫസ്റ്റ് കട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ ഓരോ ഔട്ട് ഇറങ്ങുമല്ലോ. അപ്പൊ ഇതെല്ലാം കാണുന്ന സമയത്ത് തീർക്കാൻ പറ്റുന്നില്ല. എന്നോ ചെയ്ത വർക്കാണ്, പലരും മറന്നു വരെ പോയി ഞാൻ ഈ സാധനം ചെയ്ത കാര്യം. അപ്പൊ അത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ വിഷമം ഉണ്ടാവും. അത് ഞാൻ നേരെ വിളിക്കും, അൽഫാനെ ചെയ്യാൻ തീർക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊരു പോയിന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ കഴിഞ്ഞ് സെറ്റായി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവരെ കാണുമ്പോൾ ഇവരെടുത്ത് തീർക്കും. ജിത്തു ചേട്ടൻ DOP ചെയ്യാൻ പറ്റുന്നു, അതൊക്കെ നടക്കൂടെ, കുറച്ച് ബേസ് ഉള്ള പുള്ളിയാണ്. അടുത്ത സംസാരിച്ച് നമുക്ക് നടക്കും, അതൊക്കെ നടക്കും, ശരി നടക്കും. അപ്പൊ ഈ ഒരു സ്ഥലം സപ്പോർട്ട് ഉണ്ടല്ലോ. പിന്നെ ഫ്രണ്ട്സിനോടാണെങ്കിലും ആരോട് സംസാരിച്ചാലും നടക്കും. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനത്തെ എല്ലാ പരിപാടി. ഇപ്പൊ വീട്ടിലാണെങ്കിലും, വീട്ടിലൊക്കെ ഞാനിങ്ങനെ ഷോ കൊടുത്തിരിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ വന്ന് ചോദിക്കും എന്ത് പറ്റി, ഒന്നും നടന്നില്ലേ, നടക്കുന്നു, നടക്കും. എന്നിട്ട് അവരുടെ സപ്പോർട്ട് അതൊക്കെ ഭയങ്കര വലുതാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എനിക്ക് വിഷമമായ ഇതിന് മുന്നത്തെ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വർക്ക് കാണിക്കാനായിട്ട് അജയ് സാറിനെ കാണിച്ച സമയത്ത് അജയ് സാറ് ഫുള്ള് കണ്ടിട്ട് ഒന്നുകൂടെ കാണിച്ചു തരുമെന്ന് വെച്ചപ്പോൾ ഞാൻ വീണ്ടും മറ്റേ കാണിച്ചു തരാം. ഞാൻ ഒരു ചേട്ടനും കൂടി പോയിട്ട് പ്രതീക്ഷ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, നമ്മളെല്ലാവരും കൂടി പോയിട്ടാണ് കാണിക്കുന്നത്. കണ്ടു, പുള്ളി അത് കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അപ്പോഴേ എന്റെ മനസ്സിൽ മറ്റേ മാസ്റ്റർ പീസിൽ ഞാൻ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയ സീനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ
ഡാർവിൻ കുര്യാക്കോസ് സാറിനെ കാണിച്ചു, അന്വേഷിപ്പിൻ പുള്ളിനെ പുള്ളിക്ക് ഇവനെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ. അപ്പൊ ആ സമയത്ത് ഞാൻ പുള്ളിനെ പോയി കാണിക്കുന്ന സമയത്ത് പുള്ളി ഫുള്ള് കണ്ടിട്ട് ഹെഡ്സെറ്റ് വെച്ച് ഫുള്ളും കണ്ടതിന് ശേഷം പുള്ളി ഭയങ്കരമായിട്ട് അതിനെ ഭയങ്കര അടിപൊളിയാണെന്നുള്ള രീതിയിൽ പരിപാടി അറിയാം, നിനക്ക് അത് ചെയ്യാൻ പറ്റും, എന്തുണ്ടെങ്കിലും നിനക്ക് എന്താണെങ്കിലും അത് പറഞ്ഞു, കൊള്ളൂല തന്നെ പറയുമെന്ന് പറഞ്ഞു. കൊള്ളൂല്ലെങ്കിൽ ഞാൻ കൊള്ളൂല എന്ന് തന്നെ പറയാം. പക്ഷെ അതല്ല, പരിപാടിക്ക് നീ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എവിഡന്റ് ആണ്. അതിപ്പോ ഇന്ന് കണ്ട ഇപ്പൊ നിങ്ങളുടെ ടീമിലുള്ളവരായാലും പടം കണ്ടിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാരും ഇല്ല, ഞാൻ അതല്ലേ ആദ്യം പറഞ്ഞത്. പക്ഷെ എന്നോട് എല്ലാരും, കീർത്തന അടക്കം എല്ലാരും എന്നോട് പറഞ്ഞു ഭയങ്കര നല്ല അടിപൊളി ലെവൽ ഓഫ് മേക്കിംഗ് ആണെന്ന് തന്നെ ആദ്യം തന്നെ പറഞ്ഞത്. ഭയങ്കര അടിപൊളി മേക്കിംഗ് ആണ്. ആൻഡ് ഈ സീനിന്റെ കാര്യവും പറഞ്ഞു, ഈ മറ്റേ ബൈക്ക് ഓട്ടി തിരിക്കുന്ന സീൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് എവർ ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണല്ലോ, അത് തന്നെയാണ് എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ മൊഴി എന്ന് പറയുന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ഒത്തിരി അധികം സക്സസ്ഫുൾ ആയി, ഒത്തിരി അധികം അടിപൊളി ആൾക്കാർ ഓൾറെഡി ഏറ്റെടുത്തു, കുറച്ചുകൂടെ സ്പ്രെഡായി നല്ലപോലെ ക്യാൻവാസിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം 4 പേർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ഡയറക്ടർ ഇത്ര സംസാരിക്കുന്നത് വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ ഭയങ്കര സൈലന്റ് ആയിട്ടൊരു ആളായിരുന്നു. ഞാൻ അവിടുത്തെ ഏറ്റവും സംസാരിക്കുക അഖിലേട്ടനാണെന്നാണ്. പക്ഷെ മൈക്ക് കിട്ടിയപ്പോഴത്തേക്കും മൈക്ക് കൊടുക്കുന്നില്ല, ഞാൻ പറയുന്നറിയോ സംഭവം ഒരുപാട് സംസാരിക്കണം എന്ന് പറഞ്ഞു വന്നതല്ല. ഇവരെ കൂട്ടത്തിൽ അഖിലേട്ടന്റെ അവിടെ സംസാരം ഞാൻ വളരെ എൻജോയ് ചെയ്ത് കേട്ടോണ്ടിരിക്കുകയാണ്. സത്യമാണ്, അഖിലേട്ടനെ വെച്ച് അങ്ങനെ ഒരു സാധനം ചെയ്തപ്പോ എന്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു, അഖിലേട്ടനെ കൊണ്ട് വ്യത്യാസപ്പെടുത്തി. ഓക്കെ, അത് വേറെ അല്ലേ, ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയല്ല, ഫസ്റ്റ് ഷോട്ട് കണ്ടവർ ഇവിടെ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. എനിക്ക് അഖിലേട്ടന്റെ പെർഫോമൻസിലാണെങ്കിലും ഇപ്പൊ ഗായത്രിയുടെ ആണെങ്കിലും എല്ലാരിലും ഞാൻ ഭയങ്കര ഹാപ്പി. അത് പിന്നെ പറയണ്ടല്ലോ, കൂടെ ഉണ്ടല്ലോ, അത് കുറെ കാലമായിട്ട് കൂടെ ഉള്ളതല്ലേ, പൊക്കി പറയുന്നത്. ലൈക്കയുടെ ആരും അത്രയും ഹാപ്പി ആയ ഒരു സംഭവമാണ്, ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. നടക്കട്ടെ, എമ്പുരാൻ പോലൊരു വലിയ അത് നിങ്ങളെ പേജ് ലൈക്ക മ്യൂസിക്കിന്റെ പേജിലെ കറക്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് എമ്പുരാന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ മൊഴി ഇട്ടേക്കുന്നത്. പോസ്റ്റർ കഴിഞ്ഞ ഉടനെ അതാ ഞാൻ നോക്കിയപ്പോ ഒരേപോലെ ഇരിക്കണം. ലൈക്ക് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരേ ഒരു എമ്പുരാന്റെ പോസ്റ്റർ ആയിട്ടല്ല, പക്ഷെ ഭയങ്കര ഹൈ ക്വാളിറ്റി പോസ്റ്റർ ആണ് ആക്ച്വലി. അപ്പൊ നമുക്കത് കാണുമ്പോൾ അത് ഭയങ്കര അടിപൊളി ഒരു പോസ്റ്റർ. ഒരുപാട് ഹിറ്റ് സിനിമകളുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളാണ് ഡാർക്ക് ലാബ് ഡിസൈൻസ്. അതാ ആ പേര് പോലെ തന്നെ അത് ആ തമ്പ് ഭയങ്കര ഡാർക്കാണ്. നമുക്കിങ്ങനെ കാണുമ്പോൾ ദൈവമേ എന്താണ് ഇതിൻ്റെ അകത്തുനിന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരും ശരിക്കും. അപ്പം എന്തായാലും എല്ലാവർക്കും 4 പേർക്കും ഞാൻ എല്ലാവിധ വിശ്വാസം അറിയിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഓൾ ദ സക്സസ് വിഷ്. എല്ലാവരും യൂട്യൂബില് അതെ എല്ലാവരും കാണാം. നിങ്ങൾ 4 പേരും ഒന്ന് പറഞ്ഞേക്ക് എല്ലാവരും. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയാം. യൂട്യൂബിൽ കയറിയിട്ട് 7-ാം തീയതി ലൈക്കയുടെ ലൈക്ക മ്യൂസിക് കയറി മൊഴി കാണുക. മൊഴി കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൽ കമന്റ് ഇടുക. നിങ്ങൾ ഒരിക്കലും അത് എന്താ പറയാ, നിങ്ങൾ കണ്ടു നോത്തത് വിഷമിക്കില്ല. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു മേക്കിംഗ് ഒക്കെ ആയിട്ടാണ് സിനിമ ഉള്ളത്. അപ്പൊ 7-ാം തീയതി യൂട്യൂബിൽ മൊഴി ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ ലൈക്ക മ്യൂസിക്കിൽ ഇറങ്ങുന്നതായിരിക്കും. എല്ലാവരും പോയി കാണുക. എല്ലാവിധ വിശ്വാസം ഞാൻ നേരെയാണ്. താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.